ഹായ് ഫ്രണ്ട്സ്, ശിവസിദ്ധു ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന വിഭവം എന്ന് പറയുന്നത് കക്കയിറച്ചി, നാടൻ കക്കയിറച്ചി റോസ്റ്റാണ്. അപ്പോൾ ആദ്യം നമുക്ക് കക്കയിറച്ചി 1 കിലോയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ആ 1 കിലോ കക്കയിറച്ചി നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണേ. കുറേ വെള്ളത്തിൽ നമ്മളിങ്ങനെ ഒലച്ച് പിഴിഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഞാനിങ്ങനെ കക്കയെ. അപ്പം അല്ലെങ്കിൽ അതിനകത്ത് നല്ല ചേറും ചെളിയൊക്കെ കാണുവേ. എന്നിട്ട് ഈ കക്ക ഞാൻ ഒരു കുക്കറിലോട്ടിട്ടാണ് വേവിക്കുന്നത്. ആദ്യം കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിലിങ്ങനെ അടുപ്പത്ത് വെക്കാം. നമുക്കൊരു 6 തൊട്ട് 7-8 വിസിൽ വരെ നമുക്കൊന്ന് അടിച്ചെടുക്കാമേ. അങ്ങനെ നമ്മൾ പാനിൽ കുറച്ച് തേങ്ങാക്കൊത്ത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്യണം. വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. നല്ല വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ നോക്കണേ. അങ്ങനെ നമ്മളിത് തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് അതേ ബാക്കി വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഒരു സവാളയും ഒരു 10-20 കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞ് ഞാനിതുപോലെ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നമ്മൾ നീളത്തിലരിഞ്ഞ് നന്നായിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴണ്ട് നമ്മളൊരു ഗോൾഡൻ നിറമാവുന്നവരെ നന്നായിട്ടൊന്ന് വഴലണേ. അപ്പോൾ കുറച്ചൊന്ന് വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ നല്ലൊരു കഷ്ണം ഇഞ്ചിയും ഒരു 10-15 വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതാണ്. അതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണേ. ആദ്യമേ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടാൽ നമ്മുടെ ആ തവയ്ക്കകത്തോട്ട് അല്ലെങ്കിൽ ആ കടായിക്കകത്തോട്ടങ്ങ് പറ്റിപ്പിടിക്കും. അതിനാണ് ഒന്ന് വഴണ്ട് കഴിഞ്ഞ് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് ഇതുപോലെ കടായിലേക്ക് പറ്റിപ്പിടിക്കത്തില്ല. അങ്ങനെ ഗോൾഡൻ നിറമായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകിൻ്റെ എണ്ണം എത്ര വേണേലും ഇടാം കേട്ടോ. ഇതിന് ഇച്ചിരി എരിവുള്ളതാണ് ഈ കക്കയിറച്ചിക്ക് ഇച്ചിരിയുടെ ടേസ്റ്റ്. അപ്പോൾ ഞാനൊരു 4-5 പച്ചമുളക് ഇതുപോലെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ പച്ചമുളകും കൂടി ഇട്ട് വഴറ്റിയിട്ട് നമ്മളിനി പൊടികളിടണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2.5 ടീസ്പൂൺ പിരിയം മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. പിന്നെ എന്നിട്ട് ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ. നമുക്ക് ഇതിനകത്തിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്തമേ. അതേപോലെ 1 ടീസ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചത്, അതേപോലെ 1 ടീസ്പൂണ് നമ്മുടെ മസാലയില്ലേ, പൊടിക്കുന്ന എല്ലാം കൂടി ഇട്ടുള്ള മസാല, നമ്മുടെ പട്ട ഗ്രാമ്പൂ ഇതെല്ലാം കൂടി ഇട്ടുള്ള മസാല ഉണ്ടല്ലോ, അതെല്ലാം കൂടെ പൊടിച്ച് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ ഗരം മസാലയാണ്. അതൊരു ടീസ്പൂൺ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് തീ കുറച്ച് ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം എണ്ണ തീരെയില്ലേ, അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാമേ. കറിവേപ്പിലയൊക്കെ നല്ല ടേസ്റ്റ് തരുന്നതാണ്. കറിവേപ്പിലയുടെയും തേങ്ങാക്കൊത്തിൻ്റെയൊക്കെ ടേസ്റ്റ് അടിപൊളിയാണ് ഈ കക്കയിറച്ചിക്കകത്തെ. ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പിലയൊക്കെ. അങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അപ്പം ഞാൻ നമ്മുടെ കുക്കറിൽ 6 വിസിലാണ് ഞാൻ ഈ കക്കയിറച്ചിക്ക് എടുത്തേക്കുന്നത്. 6 വിസിലടിച്ചിട്ട് അപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കക്കയിറച്ചി നന്നായിട്ട് വെന്തില്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ റബ്ബർ കഴിക്കുന്ന പോലെ ഇരിക്കും, ഒട്ടും ഒരു ടേസ്റ്റ് കാണത്തില്ല. അപ്പം നന്നായിട്ട് വെന്തിട്ട് ഈ നമ്മുടെ ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. പൊടി ഇട്ട് കൊടുത്തപ്പോൾ അതിൻ്റെ ആ ഗ്രേവിയോടാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി എന്നിട്ട് ഞാൻ വെള്ളം ഒഴിക്കുന്നില്ലേ. അപ്പോൾ ഇത് റോസ്റ്റ് ആക്കാൻ വേണ്ടിയുള്ളതല്ലേ. കറി ആക്കണമെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി ചൂടുവെള്ളം ഒഴിച്ച് കറിയാക്കി എടുക്കാമേ. അപ്പം ഞാനിത് റോസ്റ്റ് പരുവത്തിലായതുകൊണ്ട് ഇങ്ങനെ ആ മസാലയെല്ലാം ആ കക്കയിറച്ചിയിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഞാനിതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ തല്ലിപ്പൊത്തി ഒന്ന് വെച്ചിട്ട് നമ്മളിതുപോലെ അതിൻ്റെ അടപ്പ് വെച്ച് അടച്ചൊന്ന് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മൂടിയൊന്ന് തുറന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണേ. എന്നാലേ നമ്മൾ അല്ലെങ്കിൽ മസാലയൊക്കെ വേറിട്ടങ്ങ് പോകും. അപ്പം ഇത് നന്നായിട്ട് നമ്മൾ മസാലയൊക്കെ ഈ കക്കയിറച്ചിയിലേക്ക് പരളുന്ന രീതിയിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊന്ന് തുറന്ന് കൊടുത്തിട്ട് നമ്മളൊന്ന് എടുക്കണേ. ഇനി എന്നിട്ട് നമ്മളിത് കക്കയിറച്ചി നന്നായിട്ട് നമ്മൾ കൈ മാറ്റാതെ ഇങ്ങനെ വരട്ടി എടുക്കുമ്പോൾ ഇതിൻ്റെ ആ റെഡ് കളറെല്ലാം മാറി ഒരു ബ്രൗൺ കളറിലേക്ക് അങ്ങ് മാറുവേ. അതാണ് ഇച്ചിരി കൂടി ടേസ്റ്റ്. അപ്പം അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. ഇപ്പം ഇങ്ങനെ കഴിക്കണമെന്നുള്ളവർക്ക് ഇങ്ങനെ കഴിക്കാം. അപ്പോൾ എന്നിട്ട് ഞാൻ ഇച്ചിരി കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനപ്പോൾ അതിന് നല്ലൊരു റോസ്റ്റ് രീതിയിൽ തന്നെയാണ് എടുക്കുന്നത്. ഇനി എന്നിട്ട് നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്ത് വെച്ചിട്ടില്ലേ, അതിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയം നമ്മൾ നോക്കണം നമുക്ക് എന്തൊക്കെയാണ് കുറവ്. എരിവ് വേണ്ടവർക്ക് എരിവിട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, അതേപോലെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഈ സമയത്താണ്
കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ ഗരം മസാല, പെരുംജീരകമൊക്കെ ഇച്ചിരി ഏറെ ഇടുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പെരുംജീരകത്തിൻ്റെ ടേസ്റ്റ് ഈ കക്ക ഇറച്ചിക്ക് ഇച്ചിരി കൂടുതലുള്ളത് നല്ല ടേസ്റ്റാണ്. അപ്പം മസാല വേണ്ടവർക്ക് മസാല ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ അത് നമുക്ക് ഇട്ട് കൊടുക്കാമേ. എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ എല്ലാം ഒന്ന് ഇട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്, അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്തിൽ നമുക്ക് കറിവേപ്പിലയും എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ ചേർക്കാമേ. അപ്പോൾ കുരുമുളക് പൊടി ഇച്ചിരി കുറവാണ്, അപ്പോൾ കക്കയിറച്ചിയല്ലേ, അപ്പോൾ ഈ ഉപ്പൊക്കെ അകത്തോട്ട് പിടിക്കുമ്പം ഉപ്പ് കുറച്ച് കുറവായിട്ടിരിക്കും. അതേപോലെ എരിവൊക്കെ കുറച്ച് കുറവായിട്ടിരിക്കും. അപ്പോൾ ലാസ്റ്റ് നമുക്കതനുസരിച്ച് എരിവ് വേണ്ടവർക്ക് എരിവോടെ കൊടുക്കാം. അപ്പോൾ എന്നിട്ട് ഇത് നന്നായിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തൊന്ന് എടുക്കണം. എന്നിട്ട് ആദ്യം ഒരു തക്കാളിപ്പഴം ഇതേപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെന്നിട്ട് ഈ സമയത്ത് ചേർക്കുന്നതാണ് ഇച്ചിരി കൂടി നല്ലത്. എന്ന് വെച്ചാൽ ഈ തക്കാളിപ്പഴം ഈ ആവിയിലിരുന്നിട്ട് ഒന്നൊന്ന് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ അതിനൊരു നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഈ തക്കാളിപ്പഴം കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് തക്കാളിപ്പഴം ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം അതുപോലെ നമുക്ക് മല്ലിയില വേണ്ടവർക്കും മല്ലിയിലയും നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയാണെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിയില വേണ്ടവർക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാൻ മല്ലിയില ഇട്ടിട്ടില്ലേ, എൻ്റെ കയ്യിലില്ല സാധനം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ തക്കാളിപ്പഴം ഇട്ടിട്ട് ഇതിൻ്റെ ആവിയിൽ നമുക്കിതേപോലെ വേവിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കക്ക ഇറച്ചി റോസ്റ്റ്. അപ്പോൾ സിമ്പിളല്ലേ. അപ്പോൾ നമുക്ക് എന്തിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് വിളമ്പാം. ചപ്പാത്തിയുടെ ആണെങ്കിലും ദോശയുടെ ആണെങ്കിലും ചോറിൻ്റെ ആണെങ്കിലും എന്തിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് വിളമ്പാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്